പച്ച പട്ടയണിഞ്ഞ അരയിൽ ഒരു കത്തി വെച്ചിട്ടുള്ള കുറേ കാക്കമാരാണ് അവിടെ മനസ്സിലെ മലപ്പുറം എന്ന് പറയുന്നത്. മണിപ്പൂരിൽ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ ഒരു അമ്മ ആക്രോശിക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടതാണ്. അഥവാ കറുത്ത വർഗ്ഗക്കാരായ ആളുകളൊക്കെ വൈറ്റ്സ് ആയ പെൺകുട്ടികളെ പീഡിപ്പിക്കുമെന്ന് പറയുന്ന ഒരു നരേഷൻ, ഒരു പെർസെപ്ഷനാണ് ഉണ്ടാക്കിയത്. 2 ദിവസം വീട്ടിൽ അഭയം നൽകി 3ാമത് ദിവസം അതേ അമ്മ തന്നെ തോക്ക് കൊണ്ട് നിറവൊഴിച്ച് ആ 3 കുഞ്ഞുങ്ങളെ കൊന്നു. കേരള സ്റ്റോറി 2 എങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. മുഴുവനായും നിങ്ങൾ മലയാളികളാണെങ്കിൽ ഈ വീഡിയോ കാണണം, ഉറപ്പായിട്ട് കണ്ടേ മതിയാവുകയുള്ളൂ. കാരണം നമ്മുടെ രാജ്യം, നമ്മുടെ നാട് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു പട്ടിയെ കണ്ടാൽ എന്താ ചെയ്യാം? അധികം ആളുകളും കല്ല് നോക്കും പട്ടിയെ എറിയാൻ വേണ്ടിയിട്ട്, അല്ലേ? പാമ്പിനെ കണ്ടാലോ പലരും വടിയെടുക്കാൻ നോക്കും പാമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട്. എന്തുകൊണ്ടാണ്? ഈ പട്ടി കടിക്കുന്ന ജീവിയാണെന്നുള്ള പെർസെപ്ഷൻ ഉള്ളതുകൊണ്ടാണ്. പാമ്പ് കടിക്കുമെന്നുള്ള പെർസെപ്ഷൻ ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിനെ തല്ലാൻ വേണ്ടി പോകുന്നത്. സത്യത്തിൽ ചില പട്ടികളും ചില പാമ്പുകളും കടിക്കുന്നത് ഉണ്ടാകാം, പക്ഷെ എല്ലാം അങ്ങനെയല്ല. അതുപോലെ ഒരു പെർസെപ്ഷൻ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് കേരള സ്റ്റോറി 2വിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇത് നാസിസ്റ്റ് ഭരണം സംവിധാനിക്കുന്ന എല്ലാവരുടെയും ഒരേ തന്ത്രം തന്നെയാണ്. ഹിറ്റ്ലർ ഉപയോഗിച്ച ഇത് തന്നെയാണ്. ഹിറ്റ്ലർ ഉപയോഗിച്ച സിനിമകളും ഡോക്യുമെൻ്ററികളൊക്കെ അവിടെയുള്ള ജൂതര് ജർമ്മൻസിന് എതിരാണ് എന്നുള്ള ഒരു പെർസെപ്ഷനാണ് ബിൽഡപ്പ് ചെയ്തിരിക്കുന്നത്. ജൂതരെന്ന് പറഞ്ഞ എലികളെ പോലെയാണെന്നായിരുന്നു അവർ പ്രചരിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. എലികളെന്ന് പറയുന്നത് എല്ലായിടങ്ങളിലേക്ക് വിരച്ചു കയറുകയും ധാന്യങ്ങളും എല്ലാം സംസ്കാരങ്ങളൊക്കെ നശിപ്പിക്കുമെന്നുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ ജൂതരായിട്ടുള്ളവരെ കാണുമ്പോൾ സ്വന്തം അയൽവാസികളായ ജർമ്മൻസിന് പോലും അവരെ ആക്രമിക്കുന്നതിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, അവരെ കൊല്ലാൻ മടിയുണ്ടായിരുന്നില്ല. അത് ഹിറ്റ്ലർ എന്ത് പറയുന്നു അത് ചെയ്യാൻ അവർക്ക് പറ്റുമായിരുന്നു. ഒരു വീട്ടിൽ അഭയം തേടി വന്ന 3 പെൺകുട്ടികൾ, ആ 3 പെൺകുട്ടികളോട് നല്ല സ്നേഹത്തിൽ കഴിഞ്ഞിരുന്ന ഒരു അമ്മയാണ്. പക്ഷെ 2 ദിവസം വീട്ടിൽ അഭയം നൽകി 3ാമത് ദിവസം അതേ അമ്മ തന്നെ തോക്ക് കൊണ്ട് നിറവൊഴിച്ച് ആ 3 കുഞ്ഞുങ്ങളെ കൊന്നു. കാരണം അത് ജൂതരോടുള്ള വെറുപ്പ് എങ്ങനെയോ ഉള്ളിൽ കയറിയത് കൊണ്ടാണ്. കാരണം ഇവർ നമ്മളെ നശിപ്പിക്കുമെന്നുള്ളൊരു ബോധ്യമുള്ളത് കൊണ്ടാണ്. അതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, അമേരിക്കയിൽ ദി ബർത്ത് ഓഫ് നാഷൻ എന്ന് പറയുന്ന ഒരു ഡോക്യുമെൻ്ററി ഉണ്ടായിരുന്നു, ഒരു ഫിലിം ഉണ്ടായിരുന്നു. ആ ഫിലിമിന് ശേഷം അഥവാ കറുത്ത വർഗ്ഗക്കാരായ ആളുകളൊക്കെ വൈറ്റ്സ് ആയ പെൺകുട്ടികളെ പീഡിപ്പിക്കുമെന്ന് പറയുന്ന ഒരു നരേഷൻ, ഒരു പെർസെപ്ഷനാണ് ഉണ്ടാക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ കറുത്ത വർഗ്ഗക്കാരെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ നിന്നു. വൈറ്റ് ഹൗസിൽ പോലും ആ ഒരു ഡോക്യുമെൻ്ററി ഫിലിം പ്രദർശിപ്പിച്ചു. അതിലൂടെയാണ് എല്ലാവരും ഇതെതിരാണ്. ഭരണാധികാരികൾ ഇത് പറയുന്നുണ്ട്. ഭരണാധികാരികൾ ഇതിന് സപ്പോർട്ടാണെന്ന് പറയുമ്പോൾ ഇത് ശരിയാണെന്ന് വിശ്വസിക്കാൻ ആളുകൾ ചെയ്യുന്നത്. റുവാണ്ടയിലും ഇതുപോലെ തന്നെ ടെലികാസ്റ്റ് ചെയ്തു റേഡിയോയിൽ. ആ റേഡിയോയിൽ ടെലികാസ്റ്റ് ചെയ്തിരിക്കുന്നത് ഒരു വിഭാഗത്തെക്കുറിച്ചായിരുന്നു. ആ വിഭാഗം കോക്രോച്ച് എന്നാണ് ആ വിഭാഗത്തിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവർ നമ്മളെ നശിപ്പിക്കും, സ്ത്രീകളെ നശിപ്പിക്കും, പ്രത്യേകിച്ച് സ്ത്രീകളെ അവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്ത്രീകളെ വേട്ടയാടാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത് എന്ന് വീഡിയോയിലൂടെ, സോഷ്യൽ മീഡിയയിലൂടെ, റേഡിയോയിലൂടെ പ്രചരിപ്പിച്ചപ്പോൾ വെറും 100 ദിവസം കൊണ്ട് 8 ലക്ഷത്തിലധികം ആളുകളെ കൊല്ലുന്ന കലാപമാണ് ഒരു നാട്ടിലുണ്ടായിട്ടുണ്ടായിരുന്നത്. കാരണം കൊല്ലുന്നതിനൊന്നും ഒരു മടിയില്ല. ഇന്ത്യയിൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും, മെയ്തേയ്, കുക്കി എന്ന് പറയുന്ന 2 വിഭാഗങ്ങൾ തമ്മിൽ മണിപ്പൂരിൽ പ്രശ്നങ്ങളുണ്ടായപ്പോൾ ഒരു അമ്മ ആക്രോശിക്കുന്ന വീഡിയോ നിങ്ങളൊക്കെ കണ്ടതാണ്. സ്വന്തം മകനോടും സ്വന്തം വിഭാഗത്തിൽപ്പെട്ട ആൺകുട്ടികളോടും മറ്റു വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ കൊണ്ടുവന്ന് പീഡിപ്പിച്ച് പച്ചക്ക് കൊല്ലാൻ വേണ്ടിയിട്ട് ആഹ്വാനം നടത്തുകയാണ് ഒരു അമ്മ. എന്തുകൊണ്ടാണ് അമ്മ അങ്ങനെ ചെയ്യുന്നത്? കാരണം എൻ്റെ വിഭാഗത്തിൽപ്പെട്ട എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ അവരങ്ങനെ നശിപ്പിക്കുന്നുണ്ട് എന്നുള്ള ഒരു സംഭവം അവിടെ ഉള്ളിലേക്ക് കയറിയതുകൊണ്ടാണ്. സത്യത്തിൽ ഡൽഹിയിൽ നടന്നൊരു കൊലപാതകത്തിൻ്റെ പിക്ചറും വീഡിയോയും ഫോട്ടോസും കാണിച്ചിട്ടാണ് ഇത് മെയ്തേയ് വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ കുക്കി വിഭാഗത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയെ മറ്റൊരു വിഭാഗത്തിലുള്ള ആളുകൾ ബലാത്കാരം ചെയ്യുകയാണ്, കൊല്ലുകയാണ് എന്ന് പറഞ്ഞ് ആഹ്വാനം ചെയ്തിട്ടാണ് അവിടെ പൊട്ടിപ്പുറപ്പെട്ടത്. ആലോചിച്ച് നോക്കിയേ, എത്ര കാലമാണ്, എത്ര പള്ളികൾ, എത്ര വിദ്യാലയങ്ങൾ, എത്ര വീടുകൾ, എത്ര മനുഷ്യരാണ് പച്ചക്ക് അവിടെ കൊല്ലുന്നുണ്ടായത്. ആലോചിച്ച് നോക്കിയേ, ഭരണകൂടത്തിന് അതിനെ തടയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. 2 വിഭാഗത്തിലും മരണം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ കേരളം എന്ന് പറയുന്ന ഇന്ത്യയിൽ തന്നെ ഏറ്റവും സമാധാനത്തിൽ, സന്തോഷത്തിൽ, പരസ്പരം സ്നേഹത്തോടെ കഴിഞ്ഞുകൂടുന്ന ഒരു സംസ്ഥാനത്തെ ഇത്ര മനോഹരമായി പോകുന്നത് കാണുമ്പോൾ അവർക്ക് സഹിക്കണില്ല. അതുകൊണ്ട് അതിനെ നശിപ്പിക്കാൻ, കേരളത്തെ മാത്രമല്ല കേട്ടോ, ഇന്ത്യയിൽ തന്നെ ഉണ്ടാവുന്ന ഈ സാഹോദര്യത്തെ നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്നതാണ് ഈ സിനിമ എന്ന് പറയുന്നത്. യാതൊരു സംശയവും അതിലില്ല. അതിലൂടെ അവർ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഉദാഹരണത്തിന് ഇപ്പം മുസ്ലിം പെൺകുട്ടിയെ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആരെങ്കിലും പ്രണയിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായ പ്രണയമായിരിക്കാം, പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ റെഡിയാവുകയും
അതിനെ നോർമലൈസ് ചെയ്യപ്പെടുകയും ഇനി നേരെ തിരിച്ച് സംഭവിക്കുകയാണെങ്കിൽ അത് വലിയൊരു സംഭവമായി കാണുകയും ചെയ്യാണ്. സത്യത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന മതം ഒരിക്കലും പ്രണയത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല, അത് ഹറാമായിട്ട് കാണുകയാണ്. അങ്ങനെ പ്രണയിച്ച് കൊണ്ടുവരുന്നത് ഇസ്ലാമിൽ അനുവദനീയമല്ല. ഇല്ലാത്ത കാര്യത്താണ് ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്നത്. രണ്ടാമത് നമുക്കറിയാം നാർക്കോട്ടിക് ജിഹാദ്. നാർക്കോട്ടിക് എന്ന് പറയുമ്പം കുറേ മുസ്ലിംസ് അത് ഉപയോഗിക്കുന്നുണ്ടാകാം, പക്ഷേ നാർക്കോട്ടിക് എന്ന് പറയുന്നത് ഇസ്ലാമിൽ അത് ഹറാമാണ്. പിന്നെ എങ്ങനെയാണ് നാർക്കോട്ടിക് ജിഹാദ് നടത്താൻ ഇസ്ലാം പ്രേരിപ്പിക്കുക? ഇന്ത്യ എന്ന് പറയുന്ന ഈ രാജ്യത്തെ ഏകദേശം 80% ഹിന്ദു വിഭാഗം ജീവിക്കുന്ന അല്ലെങ്കിൽ 80 കോടിയിലധികം ഹിന്ദുക്കൾ ജീവിക്കുന്ന ഈ രാജ്യത്തെ ഒരു ഇസ്ലാമിക് സ്റ്റേറ്റ് ആക്കാൻ വേണ്ടി മുസ്ലിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിക്കുന്നു എന്നുള്ള ഒരു ത്വര ഉണ്ടാക്കുമ്പോൾ, ഒരു പെർസെപ്ഷൻ ഉണ്ടാക്കുമ്പോൾ എല്ലാ മുസ്ലിംസിനോടും എല്ലാവർക്കും ഒരു വിദ്വേഷവും എല്ലാവർക്കും ഒരു പകയും ഉണ്ടാവും. അങ്ങനെ ഭരണകൂടത്തിന് മാത്രമല്ല നാട്ടിലുള്ള എല്ലാവർക്കും മറ്റുള്ളവരോട് പകയും വിദ്വേഷവും വന്നു കഴിഞ്ഞാൽ ഭരണകൂടം ആഗ്രഹിക്കുന്നത് എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റുമെന്നുള്ള വിശ്വാസം കൊണ്ടാണ് ഇത്തരം സിനിമകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്. നിങ്ങൾ ആലോചിച്ച് കേരള സ്റ്റോറി 1 വന്നപ്പോൾ പല സംസ്ഥാനങ്ങളും ആ സിനിമ പ്രചരിപ്പിക്കുന്നതിന് ടാക്സ് ഒഴിവാക്കി. അപ്പോൾ അത് ഭരണകൂടത്തിൻ്റെ കൂടി താല്പര്യമായി മാറി. അങ്ങനെ ഓരോ ഇടങ്ങളിലും നടക്കുകയാണ്. കേരളത്തിൽ നിന്നും ഒരുപാട് കുട്ടികൾ നോർത്ത് ഇന്ത്യയിൽ പഠിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആലോചിച്ച് നോക്കിയേ, അവരവിടെ നോർത്ത് ഇന്ത്യയിൽ പല കേന്ദ്ര യൂണിവേഴ്സിറ്റിയിലൊക്കെ പഠിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇത്തരം വീഡിയോകൾ അവിടെയുള്ള നോർത്ത് ഇന്ത്യയിലുള്ള മറ്റു മതസ്ഥർ കാണുകയും കേരളത്തിലുള്ള മുസ്ലിം കുട്ടികളുടെ ലക്ഷ്യം ഇതാണ് എന്ന് അവരുടെ ഉള്ളിൽ വിശ്വസിക്കുകയും ചെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ ഇവിടുന്ന് പോകുന്ന മലയാളി കുട്ടികളുടെ അവസ്ഥ? ആലോചിച്ച് നോക്കിയേ. അങ്ങനെ ഓരോ ഇടങ്ങളിലും ഓരോ അയൽവാസികളുടെ മനസ്സിലും ഇല്ലാത്ത വിദ്വേഷവും വർഗീയതയും കെട്ടിച്ചമക്കാൻ വേണ്ടിയിട്ടാണ് കേരള 2 സ്റ്റോറി വരുന്നത്. ഇന്ത്യയിൽ ഒരുപാട് ആളുകളെ കൊല വിളിച്ചിട്ടുണ്ട് ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിൽ. ആലോചിച്ച് നോക്കിയേ, അങ്ങനെ ബീഫ് കഴിച്ചു എന്നതിൻ്റെ പേരിൽ കൊലപാതകം നടത്തിയപ്പോൾ ഭരണകൂടവും നീതിപീഠവും അന്വേഷിച്ചത് അദ്ദേഹം കഴിച്ചത് ബീഫ് തന്നെ ആണോ എന്നുള്ളതാണ്. അപ്പോൾ ആലോചിച്ചോ, അതിൻ്റെ അർത്ഥം എന്താ? ബീഫ് കഴിച്ചാൽ കൊല്ലുന്നതിന് കുഴപ്പമില്ല എന്നുള്ളതാണ്. ഒരാളെ കൊന്നാൽ പോലും നിയമം കയ്യിലെടുക്കാൻ മോബിന് അനുമതിയില്ല നമ്മുടെ രാജ്യത്ത്, അല്ലേ? പക്ഷെ ബീഫ് കഴിച്ചു കഴിഞ്ഞാൽ ഒന്നിന് കുഴപ്പമില്ല എന്ന തരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ ബീഫ് കഴിച്ചതിൻ്റെ പേരിൽ കൊലപാതകം ഒരു ഭാഗത്ത് നടക്കുമ്പോൾ ഇപ്പുറത്ത് ബീഫ് തിന്നാൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു, നിർബന്ധിച്ച് തീറ്റിക്കുന്നു എന്ന് പറയുന്ന വീഡിയോസ് ഒരു ലോജിക്കായിട്ടൊരു കണക്ഷനും ഇല്ല. പക്ഷേ അത്തരം സാധനങ്ങൾ ഇട്ട് കൊടുക്കുമ്പോൾ അത്രക്കും വികൃത ജീവികളാണ് കേരള മുസ്ലിംസ് എന്നുള്ള ഒരു സാധനം, അല്ലെങ്കിൽ ഇന്ത്യയിലെ മുസ്ലിംസ് എന്നുള്ള ഒരു സാധനമാണ് ആളുടെ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എന്തുകൊണ്ട് കേരള സ്റ്റോറി എന്നുള്ള പേരിൽ ഇന്ത്യൻ മുസ്ലിമുകളുടെ സ്റ്റോറി ആയിട്ടല്ലല്ലോ പറയുന്നത്? കാരണം കേരളത്തെ അവർ കാണുന്നത് അങ്ങനെയാണ്. പണ്ട് ഞാൻ ഫറൂഖ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വയനാട്ടിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ കുറേ കുട്ടികൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, വയനാട്ടിൽ മൊത്തം കാടല്ലേ, നിങ്ങൾക്ക് അവിടെ വണ്ടിയുണ്ടോ, നിങ്ങളെങ്ങനെ പുറം ലോകം കാണുക, വന്യജീവികൾ നിങ്ങൾ ആക്രമിക്കാറില്ലേ? അപ്പോൾ അവരുടെ ഒരു കോൺസെപ്റ്റ് അതായിരുന്നു അവിടെ പെർസെപ്ഷൻ വയനാടെന്ന് പറയുമ്പോൾ. ഇന്ന് എല്ലാവരും വയനാട്ടിൽ പോയി വരുന്നത് കൊണ്ട് വയനാട് എന്താണെന്ന് അറിയാം. അതുപോലെ കേരളത്തിലേക്ക് വരാത്ത ആളുകൾക്ക് കേരളം എന്തെന്ന് അറിയില്ല. അവരുടെ മനസ്സിലെ കേരള സ്റ്റോറി പറയുന്നത് എന്താണ്? അതാണ് 3 കുട്ടികൾ ISSൽ പോയിട്ടുണ്ട്, അതിന് 32,000 കുട്ടികൾ ISSൽ പോയി എന്നുള്ളതാണ് കേരള സ്റ്റോറി പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി നടത്തി എത്ര ആളുകൾ നമ്മൾ പിടിച്ചത് കണ്ടിട്ടുണ്ട്, എത്ര സംഖ്യകളാണ്. അതിലൊന്നും മുസ്ലിംസിൻ്റെ പേര് കാണില്ല. പക്ഷേ അവിടെ ഏതെങ്കിലും ഒരു മുസ്ലിം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും പാകിസ്ഥാന് വേണ്ടിയിട്ട് ജയ് വിളിക്കുന്നവരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. മ്യാൻമറിൽ നടന്നത്, റുവാണ്ടയിൽ നടന്നത്, ജർമ്മനിയിൽ നടന്നത്, അമേരിക്കയിൽ നടന്നത്, ഈവൻ നമ്മളുടെ അയൽ സംസ്ഥാനമായ മണിപ്പൂരിൽ നടന്നതൊക്കെ ഇതൊരു മുന്നറിയിപ്പാണ്. ഞാൻ പറയുന്നത്, നമ്മൾ മലയാളികൾ ഇതിനെതിരെ നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മളെ സാഹോദര്യം, നമ്മളെ സൗഹൃദത്വം, ആരാണ് കേരള മലയാളികൾ, ആരാണ് കേരള മുസ്ലിംസ് എന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മുമ്പ് ഞാൻ വായിച്ചൊരു കഥ ഓർമ്മ വരാൻ പറഞ്ഞ് നിർത്തുകയാണ്. ഒരാൾക്ക് തിരുവനന്തപുരത്തുള്ള ഒരു ടീച്ചർക്ക് മലപ്പുറത്തൊരു പോസ്റ്റിംഗ് കിട്ടി. അപ്പോൾ മലപ്പുറത്തേക്ക് വരുമ്പോൾ ഭയങ്കര പേടിയും ആശങ്കയും പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ബസ്സിൽ വരികയാണ്. മലപ്പുറം ജില്ലയിലേക്ക് കയറി കഴിഞ്ഞാൽ പറയണമെന്ന് കണ്ടക്ടറെ ഏൽപ്പിച്ചു. അങ്ങനെ മലപ്പുറം ജില്ലയിലേക്ക് കയറിയപ്പം അറിഞ്ഞു മലപ്പുറമാണെന്ന്. പിന്നീട് ആ പെണ്ണ് ബസ്സിൻ്റെ ഷെൽട്ടർ ഇത് പൊക്കിയിട്ട് സൈഡിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് മലപ്പുറത്തെ കാണാൻ വേണ്ടിയിട്ട്. അവരുടെ മനസ്സിലെ മലപ്പുറം എന്ന് പറയുന്നത് ഒരു ബനിയനിട്ടിട്ട് പച്ച പട്ടയണിഞ്ഞ ഒരു കള്ളിമുണ്ടുടുത്ത അരയിൽ ഒരു കത്തി വെച്ചിട്ടുള്ള കുറേ കാക്കമാരാണ് അവരുടെ മനസ്സിലെ മലപ്പുറം എന്ന് പറയുന്നത്.
അങ്ങനെ ആ കാക്കമാരെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു അവർ റോഡിലൂടെ നോക്കിയിരുന്നത്. കാരണം പത്രമാധ്യമങ്ങളിലൂടെയും പല വാർത്തകളിലൂടെയും വന്ന മലപ്പുറം അതാണ്. അങ്ങനെ വന്നു, അവർക്ക് ജോലി കിട്ടിയ സ്ഥലത്തെത്തി. അവിടെ എത്തിയപ്പോൾ അവരെ അറിയാത്തൊരു നാട്ടിൽ വന്നു. അന്ന് തിരിച്ചു പോകാതെ പിറ്റേ ദിവസം അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് അവർക്ക് അവസരം നൽകിയതും അവർക്ക് അഭയം നൽകിയതും അവർക്ക് എല്ലാ സൗകര്യങ്ങളും നൽകിയതൊരു മുസ്ലിം വീടായിരുന്നു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഇത് ശരിക്കും മലപ്പുറം അല്ലേ എന്നുള്ളത്. സത്യത്തിൽ അവർ അത്ഭുതപ്പെടുകയായിരുന്നു. അങ്ങനെ എത്ര വാർത്തകൾ മലപ്പുറത്തെക്കുറിച്ച് വന്നു, ശരിയല്ലേ? പക്ഷേ യഥാർത്ഥ മലപ്പുറം എന്നുള്ളത് എല്ലാവർക്കും അറിയാം. മലപ്പുറത്ത് വന്ന് ജീവിച്ച് താമസിച്ച ആളുകൾക്കറിയാം. അതുപോലെ യഥാർത്ഥം മറച്ചു വെച്ചുകൊണ്ട് ഇല്ലാ കഥകൾ പറഞ്ഞ് മനുഷ്യരെ തമ്മിലടുപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊലകളുമായി അതിൻ്റെ രക്തം വാർന്നൊലിക്കുന്നത് കണ്ട് ആഘോഷിക്കാൻ സന്തോഷിക്കാൻ ഭരണാധികാരികൾ കൊതിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. താങ്ക് യു.